അയാന പാർട്ട് 33. അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോനെ, വെറുതെ. അയാന ഒരു ഒഴുക്കം മട്ടിൽ അത് പറഞ്ഞുകൊണ്ട് എണീറ്റു പോയി. അവൻ അത് നോക്കി നിന്നു. അവൾ മുറിയിലിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിക്കുന്നത്. അത് ഒരു നമ്പർ ആയിരുന്നു. അവൾ അത് എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ അയാന. അതെ, ഇതാരാണ്? ഇത് ഞാനാടോ, ആനന്ദ്. അത് കേട്ടതും അയാന ഒന്ന് ഞെട്ടി ഫോണിലേക്ക് നോക്കി. എന്തൊക്കെയാടോ, പേടിച്ചു പോയോ? ഇല്ല അയാന. ഇപ്പോൾ താൻ ബിസിയായിരുന്നോ? അല്ല, പറഞ്ഞോളൂ. താൻ ഏതുവരെ പഠിച്ചത്? ആനന്ദ്. ഡിഗ്രി. അയാന. അയ്യേ, ഡിഗ്രി ഉള്ളോ? എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? ഡിഗ്രി, PG, PhD, PSCY ഗവൺമെൻറ് ജോലി. എന്നെ സംബന്ധിച്ച് ഭാര്യയാവാൻ പോകുന്ന ആൾക്ക് സ്റ്റാറ്റസ് കുറവാണ്. എങ്കിലും നിനക്കത് കൂടുതലാണെന്ന് എനിക്കറിയാം. പുളിക്കൊമ്പല്ലേ കിട്ടിയത്. ഒരു പുച്ഛം അവൻ്റെ വാക്കിലുള്ളതുപോലെ അവൾക്ക് തോന്നി. പിന്നെ ഡിഗ്രി എന്താ നിർത്തിയേ? തുടരാതെ നിന്നത്? അത് തുടരാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല അയാന. അപ്പോഴാണല്ലേ നീ പണിക്കെല്ലാം ഇറങ്ങിയേ? അതും എന്ത് പണിയായിരുന്നു? തയ്യലും ട്യൂഷനും അല്ലേ? ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ വലിയ ആവശ്യം വരുമായിരുന്നു. ആനന്ദ്. അവൾ ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു. അവൻ്റെ സംസാരം തീരെ അവൾക്ക് ഇഷ്ടമാകുന്നില്ലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ചേട്ടന് എന്ത് ആക്രാന്തമാണ്. ഞങ്ങളൊരു പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞതും എന്നിട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് ചാടിക്കേറി സമ്മതിച്ചിരിക്കുന്നു. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞതും അതിന് ചേട്ടനും നിങ്ങളും എന്ത് വ്യത്യാസമാണുള്ളത്? അയാന. അവളും അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. മോളെ, ഇങ്ങോട്ട് വലിയ സംസാരമൊന്നും വേണ്ട. ഞാനല്ലേ വലുത്, ഞാൻ സംസാരിച്ചോളാം. അവൾ ഒന്നും മിണ്ടാതെ ദേഷ്യം കടിച്ചു പിടിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ്, അവിടെ എല്ലാവരും ഇല്ലേ? ഇനി പിന്നെ വിളിക്കാം. അതും പറഞ്ഞു അവളുടെ മറുപടി വരുമ്പോഴേക്കും അവൻ വെച്ചു. ജീവിതം നായ നക്കിയെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ അതിലൊരു തീരുമാനമായി. അവൾ അതും പറഞ്ഞു ആലോചിക്കുമ്പോഴാണ് ചേട്ടത്തിയുടെ വരവ്. അവനായിരുന്നോ ഫോണിൽ? ചേട്ടത്തി. അയാന. എന്തു പറ്റി? അവൻ എങ്ങനെയാള്? ചേട്ടത്തി നല്ല മയത്തിൽ ചോദിച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ കണ്ടുപിടിച്ചതല്ലേ, അതുകൊണ്ട് അവനെ ഇവിടെയുള്ളവരോട് ഭയങ്കര ബഹുമാനം. എന്നെയാണെങ്കിൽ അവൻ വാനോളം പുകഴ്ത്തി. ഇത്രയും നല്ല ബന്ധം വേറെ കിട്ടാനില്ല അയാന. അവൾ അതും പറഞ്ഞു എണീറ്റു പോയി. ചേട്ടത്തിക്ക് അവൾ പറഞ്ഞത് ഒന്നും മനസ്സിലാവാതെ അവൾ പോയ വഴിയെ നോക്കി. അയാന കയ്യിൽ കിട്ടിയ ഡ്രസ്സെല്ലാം എടുത്തു പുഴയിലേക്കുള്ള വഴിയിലൂടെ നടക്കുന്നത് കണ്ട് അപ്പു അവളുടെ പുറകെ ഓടി വന്നു. ഞാനുമുണ്ട് ചേച്ചിയെ. അപ്പു. വാ. എന്താണ് മുഖത്തൊരു തെളിച്ചമില്ലായ്മ? അപ്പു. മുഖം എപ്പോഴും ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്നത് വേണ്ടെന്ന് വെച്ചു. സന്തോഷം കൂടിയാലും പ്രശ്നമാണ് മോനെ. അപ്പോ ഇതുപോലെ പലതും മങ്ങും. അയാന. മുമ്പിൽ നടന്നുകൊണ്ട് അയാന പറഞ്ഞു. പുറകിൽ വരുന്ന അപ്പു അവളുടെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ പുറകെയുണ്ട്. എന്താണ് ചേച്ചി അവിടെയും ഇവിടെയും തൊടാതെ? കാര്യം പറ. എൻ്റെ ചേച്ചിയുടെ മുഖം കണ്ടാൽ എനിക്കറിയും ആ മനസ്സ് പൊള്ളുകയാണെന്ന്. എന്നോട് കളിക്കാൻ നിൽക്കാതെ കാര്യം പറ. എല്ലാം ആ മനസ്സിൽ മാത്രം ഒതുക്കാതെ എന്നോടൊന്ന് പറ. കുറച്ച് ഞാൻ താങ്ങിക്കോളാം. അവൻ്റെ സംസാരം കേട്ട് അയാന അവനു നേരെ തിരിഞ്ഞു നോക്കി. ഒന്നേ പറയാനുള്ളൂ, നിന്റെ കൂടെയുള്ളവരെ കൈവിടാതെ പിടിക്കുക. അല്ലാതെ കൂടെയുള്ളവർ എന്നും കൂടെ കാണും എന്നും വിചാരിച്ച് പുതിയ ആളുകളെ തേടിപ്പോയാൽ രണ്ടും നഷ്ടമാകും. നീ നിനക്ക് വേണ്ടി ജീവിക്കുക. നിന്റെ സ്വപ്നമെല്ലാം നേടിയെടുക്കുക.
ആർക്കും വേണ്ടി എന്തിനു വേണ്ടിയും എവിടെയും തളരാതെ യാചിക്കാതെ ഇരിക്കുക. നീ എപ്പോഴും നീയായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് മാറാതിരിക്കുക. എന്ത് കേൾക്കുമ്പോഴും നിന്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കണം. തെറ്റാണെങ്കിൽ തിരുത്തുക. അതും പറഞ്ഞ് അവൾ വീണ്ടും തിരിഞ്ഞു നടന്നു. അപ്പു അവളുടെ സംസാരം കേട്ട് ഒന്ന് നിന്നു. വീണ്ടും അവളുടെ പുറകെ നടന്നു. ഇപ്പോഴും കാര്യത്തിലേക്ക് ചേച്ചി വന്നില്ല. എല്ലാം അതിലുണ്ട്. അയ്യാന രണ്ടുപേരും പുഴയുടെ അടുത്തെത്തിയതും അതിലേക്കിറങ്ങി. അപ്പോ കുറേ നാളുകൾക്ക് ശേഷം വെള്ളത്തിൽ ചാടുന്നത് കൊണ്ട് നന്നായി ആസ്വദിക്കുന്നുണ്ട്. അയ്യാന അലക്കലെല്ലാം കഴിഞ്ഞതും അവിടെ പാറപ്പുറത്ത് അങ്ങനെ ഓരോന്നാലോചിച്ചിരുന്നു. ചേച്ചി വാ, എൻ്റെ കൂടെ ചാടാൻ വാ. അയ്യോ ഞാനില്ല. അയ്യാന വാ ചേച്ചി, ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കമ്പനിക്ക് ചാട് ചേച്ചി. ഞാനില്ലടാ. അയ്യാന ദേ ചേച്ചി, ഇനി കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ മിസ് ചെയ്യൂട്ടോ. വേണമെങ്കിൽ ഇപ്പൊ ചാടിക്കോ. അയ്യാന അവൾ ഒന്ന് മടിച്ചുകൊണ്ട് ചാടാൻ എണീറ്റതും ആരാണ് ചാടി ആദ്യം നീന്തി കടന്ന് അക്കരെ എത്തുന്നത് എന്ന മത്സരമാണ്. അത് വേണോ? എന്ത് വേണമോ എന്ന് വേണം. അപ്പോ ഞാൻ 5 എണ്ണിയാൽ ചാടി നീന്തണം. ഓക്കെ. അയാന 1 2 3 4 5. അത് പറഞ്ഞതും 2 പേരും ചാടി നീന്താൻ തുടങ്ങിയിരുന്നു. അയാനയും കുറേ കാലങ്ങൾക്ക് ശേഷം മനസ്സിലെ ഭാരം ഒന്നും അറിയാതെ ആസ്വദിച്ചു അവൻ്റെ കൂടെ ആ മത്സരം പവറിൽ നീന്തി. അവൾ നീന്തി അവിടെ എത്തി. കരയിൽ കയറിയതും അപ്പു എത്തുന്നേ ഉള്ളായിരുന്നു. ഹോ, ചേച്ചിയുടെ പവർ! അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവളും ഒരു കിതപ്പോടെ ചിരിച്ചു. ഇനി അങ്ങോട്ടും ചേച്ചി. അപ്പോ അതും പറഞ്ഞു അവൻ വീണ്ടും തുടർന്നു. 2 പേരും ആസ്വദിച്ച് നീന്തുവായിരുന്നു. എല്ലാം കഴിഞ്ഞു. 2 പേരും കിതപ്പോടെ ആ പാറപ്പുറത്ത് കിടന്നു. അപ്പുവേ ആ പാറപ്പുറത്ത് കിടന്നുകൊണ്ട് വിളിച്ചു. ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടില്ല. ഇത്രയും ഒന്നും ആസ്വദിച്ചിട്ടില്ല. പലപ്പോഴും എന്നെ വല്ലാതെ മനസ്സിലാക്കുന്നു അപ്പു നീ. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന എൻ്റെ ചേച്ചിയുടെ ഉള്ളൊന്ന് പിടഞ്ഞാൽ ഞാൻ അറിയാതിരിക്കുമോ? ആര് മനസ്സിലാക്കിയില്ലെങ്കിലും എന്താ, ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടായാൽ മതി. ഇതിലും വലിയ സന്തോഷം വേറെ ഇല്ല മോനെ. ഞാൻ പറഞ്ഞത് എപ്പോഴും ഉള്ളിൽ വേണം. നീയാണ് എൻ്റെ പ്രതീക്ഷ. ചേച്ചി പേടിക്കണ്ട, എന്തിനും ഏതിനും ഞാൻ കാണും ചേച്ചി. അപ്പോ നീ ഇങ്ങനെ നിൽക്കാതെ ആ തലയൊന്ന് തുടച്ച് വെള്ളം നിന്ന് പനിയൊന്നും വരുത്തല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ നിനക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണ്ടേ? അയ്യാന അതും പറഞ്ഞ് അയ്യാന തോർത്തെടുത്ത് അവൻ്റെ തല തുടച്ചു കൊടുത്തതും അവൻ പുഞ്ചിരിയോടെ നിന്നു. അവൾ തല തുടച്ചു. ആ തോർത്തുമെടുത്ത് അവളുടെ തലയിൽ മുടിയെല്ലാം കൂട്ടി കെട്ടിവെച്ചു. ആ പാറപ്പുറത്ത് നിന്നും ഇറങ്ങിയതും ചേച്ചി, നീ ശരിക്കും എനിക്ക് ചേച്ചിയല്ല, പലപ്പോഴും അമ്മ തന്നെ ആവാറുണ്ട്. നിന്റെ അനിയനായതിൽ ഒത്തിരി സന്തോഷം തോന്നുക എനിക്ക്. അപ്പം പാറപ്പുറത്ത് നിന്നും ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞതും അത് കേട്ടതും അയാന അവനെ ചേർത്ത് പിടിച്ചു. നീ തന്നെയാടാ എൻ്റെ മകൻ. അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. വാ, ഇനി വീട്ടിലേക്ക് മടങ്ങിയാലോ? അയാന അയാന രാവിലെ പതിവ് പോലെ എണീറ്റു. പാൽ കറന്ന് വന്നു. ചേട്ടത്തി മുറ്റം അടിച്ചു വരുകയാണ്. അമ്മയാണെങ്കിൽ അടുത്ത വീട്ടിൽ തെങ്ങ് മുറിച്ചു അതിൽ നിന്നും തെങ്ങിൻ്റെ ഓല കിട്ടിയതെല്ലാം വെച്ച് ചൂലുണ്ടാക്കുമായിരുന്നു. അപ്പോഴാണ് മുറ്റത്തേക്ക് കുടുംബശ്രീ സംഘം മുഴുവൻ വരുന്നേ. ആ ചേട്ടത്തി, അമ്മുവിൻ്റെ കല്യാണം ശരിയായെന്ന് കേട്ടു. അതെ, ശരിയായി. എങ്ങോട്ടാ? പട്ടിക്കാട്. അമ്മ എന്നിട്ടെന്തേ ആരെയും വിളിക്കാതിരുന്നത്? അവരെയും ഞങ്ങളാരും കണ്ടില്ലല്ലോ. അയാന അതെല്ലാം കേട്ടതും പുറത്തേക്ക് ഇറങ്ങാതെ എല്ലാം കേട്ട് അടുക്കളയിൽ തന്നെ ഇരുന്നു.
അത് അവൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഇപ്പോൾ കല്യാണം കുറിക്കുകയല്ലേ, ആരും വേണ്ട എന്ന്. അവരും അവനും അച്ഛനും അമ്മയും വന്നിട്ടുള്ളൂ. ഇനി കല്യാണം എല്ലാവരെയും വിളിക്കണം. അമ്മ ചെറുക്കൻ എന്താ പണി? അവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ആഹാ, അമ്മ മോളുടെ ഒരു ഭാഗ്യമാണ്. എന്നിട്ട് കല്യാണത്തിന് പണ്ടമൊന്നും കൊടുക്കുന്നില്ലേ? ചെറുതായി നൽകണം, ലോൺ എടുക്കണം വിചാരിക്കുന്നുണ്ട്. എല്ലാം കൂടെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടണ്ടേ അമ്മ? അതെല്ലാം കഴിയും. അല്ല, അമ്മ മോളുടെ വിവാഹം എല്ലാം ഇവിടെ ആ സ്ത്രീ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിൽ മുടങ്ങുവാണെന്ന് കേട്ടല്ലോ. ഇത് അവർ അറിഞ്ഞില്ലേ? മോളുടെ സ്വഭാവം നോക്കിയാ അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അമ്മ. അത് കേട്ട് അല്പം സങ്കടത്തിൽ പറഞ്ഞു. ഒരു പെണ്ണ് കാണൽ വന്നേക്ക് ഇവളുടെ സ്വഭാവം അറിഞ്ഞോ? ഇത് നല്ല കാര്യം. അത് അങ്ങനെയല്ല അമ്മ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ അമ്മ മോളെ ജോലിക്ക് വിടാത്തത്? വലിയ ഉദ്യോഗസ്ഥനെ കിട്ടിയപ്പോൾ ഇവൾക്ക് ഈ ജോലിയൊന്നും വേണ്ടെന്ന് തോന്നിയോ? ഇവരിന്ന് ഞാൻ അയാന അതും പറഞ്ഞ് പോകാൻ നിന്നതും അപ്പു അവളുടെ കയ്യിൽ പിടിച്ചു. ഇതിന് മറുപടി ഞാൻ കൊടുത്തോളാം, ചേച്ചി ഇവിടെ നിൽക്ക്. അപ്പു അയാന, അമ്മു മോളിപ്പോൾ കല്യാണമെല്ലാം മുടങ്ങുന്നത് കൊണ്ട് പുറത്തേക്ക് പോകാറേ ഇല്ലെന്നാണല്ലോ കേൾക്കുന്നത്. അയ്യോ ചേച്ചിമാരെ, നിങ്ങളും കേട്ടോ? ഷടാ, ഞാനും അത് കേട്ട്. എന്താലേ ഈ നാട്ടുകാർ തെണ്ടികൾ, ഇത് തന്നെയാണ് പണി. ചേച്ചിമാർക്കും ഞങ്ങൾക്കും അറിയാലോ അമ്മു എങ്ങനെയാണെന്ന്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ വളച്ചൊടിച്ചു. മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ഇപ്പോ ഓരോരുത്തരുടെ പണിയൊക്കെ ഇങ്ങനെയും കാണും കുറച്ച് അലവലാദികൾ. അത് കേട്ടതും അവരെല്ലാം ഒന്ന് പരസ്പരം നോക്കി. അവരുടെ മുഖഭാവം കണ്ടതും, അയ്യോ ഞാൻ ചേച്ചിമാരെ അല്ലട്ടോ പറഞ്ഞത്, ചേച്ചിമാരെ ഞങ്ങൾക്കറിയാലോ. അത് മോനെ, ചേച്ചിയുടെ കല്യാണം അറിഞ്ഞ് ചോദിക്കാൻ വന്നതാ. അതിനെന്താ ചേച്ചി, എല്ലാവരെയും വിളിക്കും, എല്ലാവരും വരണം. നിങ്ങളെല്ലാം വേണം, പണികളെല്ലാം എടുത്ത് സഹായിക്കാൻ. ഉള്ളി അരിയാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നും ആളുകളെ വിളിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തു നിന്നും ആളുകളെ വിളിക്കുന്നത് മോശമല്ലേ? നിങ്ങളെല്ലാം വരില്ലേ? മോനെ, ഞങ്ങള് കുറച്ച് പണി ഉണ്ടായിരുന്നു, പിന്നെ വരാം. പെട്ടെന്ന് അവരെല്ലാം പരസ്പരം നോക്കി സ്ഥലം വിട്ടു. എന്തെങ്കിലും കേൾക്കാൻ നിൽക്കുക, ഓരോന്ന് ചോദിച്ചറിഞ്ഞ് പുതിയ വാർത്ത ഇറക്കാൻ. അവർ പോകുന്നതും നോക്കി അവൻ പെറുപെറുത്തു. നിന്റെ മറുപടി കലക്കി, ഇല്ലെങ്കിൽ എൻ്റെ വായിൽ ഉള്ളത് കൂടെ കേട്ടേ പോകൂ. അയാന, കൊടുക്കേണ്ടത് കൊടുക്കേണ്ടപ്പോൾ കൊടുക്കണം ചേച്ചി. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് പിണക്കി വിടാനൊന്നും പറ്റില്ല മോനെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ കാണൂ കൂടെ അമ്മ. അതും പറഞ്ഞ് എല്ലാം കേട്ട് മിണ്ടാതെ നടക്കണം എന്നാണോ അയാന? ഈ മക്കളോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതും പറഞ്ഞ് അവർ ഇരിക്കുമ്പോഴാണ് അയാനയുടെ ഫോൺ മുറിയിൽ നിന്നും ബെല്ലടിക്കുന്നത്. അവൾ പോയി നോക്കുമ്പോൾ ആനന്ദാണ്. ഇവൻ എന്താ ഇന്ന് വിളിച്ച് സംസാരിക്കാനാവോ? അതും ആലോചിച്ചു അവൾ ഫോൺ എടുത്തു. ഹയാന. അവൾ താല്പര്യമില്ലാതെ മൂളി. എന്തൊക്കെയാ വിശേഷം? ഇന്നലത്തെ അതേ വിശേഷം അയാന. തമാശ, എന്നാൽ അതൊന്നും ഇങ്ങോട്ട് വേണ്ട. അവൻ ആദ്യമൊന്ന് പുഞ്ചിരിച്ച് ചോദിച്ചു, പിന്നെ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ പുച്ഛത്തോടെ നിന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ ഒത്തിരി സുന്ദരി പെണ്ണുങ്ങളെല്ലാം ഉണ്ട്. നിന്നെ പോലെ ഒന്നുമല്ല, നല്ല സ്റ്റാറ്റസ് എല്ലാം ഉണ്ട്. പിന്നെ നിന്നെ പോലെ ഒരു നാടനൊന്നുമല്ല, എല്ലാവരും നല്ല മോഡേണാണ്, കാണാനും കൊള്ളാം. പക്ഷേ അവസാനം എത്തിയത് ഇവിടെയായിപ്പോയി എന്ന് മാത്രം. അവൻ്റെ വാക്കുകളിലെ പുച്ഛം കേട്ടതും, എന്നാ അവരങ്ങ് കെട്ടാമായിരുന്നല്ലോ, എന്നാ ഞാൻ രക്ഷപ്പെടുമായിരുന്നു അയാന. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. കുശുമ്പ്, കുശുമ്പെല്ലാം തുടങ്ങിയോ ഇപ്പോ തന്നെ? ആനന്ദ്, എന്ത് കുശുമ്പോ? അവളത് കേട്ട് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ചിന്തിച്ചു. തുടരും.